ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 44-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രവിക്കാം. ചോദ്യം 1. പ്രഭാഷകൻ അധ്യായം 44-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23. 2. പ്രഭാഷകൻ 44-ാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്ത്? ഉത്തരം പിതാക്കന്മാരുടെ മഹത്വം. 3. തലമുറക്രമത്തിൽ ആരെ നമുക്ക് പ്രകീർത്തിക്കാം? ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും. 4. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാം? ഉത്തരം തലമുറക്രമത്തിൽ. 5. പ്രതാപവും മഹത്വവും ഓഹരിയായി നൽകിയത് എപ്പോൾ? ഉത്തരം ആദ്യം മുതൽ തന്നെ. 6. കർത്താവ് പ്രതാപവും മഹത്വവും ആർക്ക് ഓഹരിയായി നൽകി? ഉത്തരം മഹത്തുക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും. 7. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? ഉത്തരം രാജാക്കന്മാർ, കീർത്തിയുറ്റ ബലശാലികൾ, ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ, പ്രവാചകന്മാർ. 8. എങ്ങനെയുള്ള ബലശാലികളാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത്? ഉത്തരം കീർത്തിയുറ്റ. 9. എങ്ങനെ ഉപദേശം നൽകിയവരാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്? ഉത്തരം ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ. 10. എങ്ങനെ ജനത്തിന് നേതൃത്വം കൊടുത്തവരാണ് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്? ഉത്തരം ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും. 11. ഏതുതരം ഉപദേശം നൽകിയവരാണ് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്? ഉത്തരം വിവേകപൂർണമായ ഉപദേശം. 12. 44:5 പ്രകാരം പിതാക്കന്മാരിൽ ചിലർ ആരെല്ലാമായിരുന്നു? ഉത്തരം സംഗീതജ്ഞന്മാരും കവികളും. 13. വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ എപ്രകാരം ജീവിച്ചിരുന്നവരുമായിരുന്നു പിതാക്കന്മാരിൽ ചിലർ? ഉത്തരം സമാധാനപൂർവം. 14. ഇവരിൽ ചിലർ തങ്ങളുടെ തലമുറകളിൽ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും. 15. പിതാക്കന്മാരിൽ ആരെയാണ് ജനങ്ങൾ പ്രകീർത്തിച്ചത്? ഉത്തരം പ്രസിദ്ധരെ. 16. പൂരിപ്പിക്കുക. ഡാഷ് അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട്. ഉത്തരം സ്മരണ. 17. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് മൺമറഞ്ഞു പോയത് ആര്? ഉത്തരം സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവർ. 18. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയ മഹത്തുക്കളുടെയും പിതാക്കന്മാരുടെയും മക്കൾ മൺമറിഞ്ഞത് എങ്ങനെ? ഉത്തരം പിതാക്കന്മാരെ പോലെ തന്നെ. 19. കാരുണ്യമുള്ളവരായിരുന്ന പിതാക്കന്മാരുടെ ഏത് പ്രവർത്തികളാണ് വിസ്മരിക്കപ്പെട്ടിട്ടില്ലാത്തത്? ഉത്തരം സത്പ്രവർത്തികൾ. 20. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഐശ്വര്യം ആരിൽ നിലനിൽക്കുന്നു? ഉത്തരം അവരുടെ പിൻഗാമികളിൽ. 21. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും അവകാശം ആരിൽ നിലനിൽക്കുന്നു? ഉത്തരം അവരുടെ മക്കളുടെ മക്കളിൽ. 22. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും മക്കളും അവരുടെ മക്കളും നിലകൊള്ളുന്നതെന്തിന്? ഉത്തരം ഉടമ്പടികൾ പാലിക്കാൻ. 23. ആര് എന്നേക്കും നിലനിൽക്കുമെന്നാണ് 44:13 പറയുന്നത്? ഉത്തരം മഹത്തുക്കളുടെയും പിതാക്കന്മാരുടെയും ഭാവി തലമുറകൾ. 24. പൂരിപ്പിക്കുക. അവരുടെ ഡാഷ് മാഞ്ഞു പോവുകയില്ല. ഉത്തരം പ്രതാപം. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. 25. ആര് സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്? ഉത്തരം മഹത്തുക്കളും പൂർവ്വപിതാക്കന്മാരും. 26. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. ആരുടെ? ഉത്തരം സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടവരുടെ.
27 ജനതകൾ എന്ത് പ്രഘോഷിക്കുമെന്നാണ് പ്രഭാഷകൻ 44:15 പറയുന്നത്? ഉത്തരം പിതാക്കന്മാരുടെ വിജ്ഞാനം. 28 സമൂഹം ആരെ പ്രകീർത്തിക്കും? ഉത്തരം മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും. 29 പ്രഭാഷകൻ അധ്യായം 44 രണ്ടാമത്തെ ശീർഷകം എന്ത്? ഉത്തരം ഹെനോക്ക്, നോഹ. 30 കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആര്? ഉത്തരം ഹെനോക്ക്. 31 കർത്താവിനെ പ്രീതിപ്പെടുത്തിയ ഹെനോക്ക് സംവഹിക്കപ്പെട്ടത് എവിടെ? ഉത്തരം ഉന്നതങ്ങളിലേക്ക്. 32 ഹെനോക്ക് തലമുറകൾക്ക് എന്തിൻ്റെ മാതൃകയാണ്? ഉത്തരം അനുതാപത്തിൻ്റെ. 33 ഹെനോക്കിനെ പറ്റി പറയുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം ഉൽപ്പത്തി 5:24. 24 തികഞ്ഞ നീതിമാനായിരുന്നത് ആര്? ഉത്തരം നോഹ. 35 ഏതു നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു നോഹ? ഉത്തരം വിനാശത്തിൻ്റെ. 26 ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത് എന്തിനു ശേഷം? ഉത്തരം ജലപ്രളയത്തിനു ശേഷം. 37 നോഹ നീതിമാനായിരുന്നു എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം ഉൽപ്പത്തി 6:9. 38 നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത്? ഉത്തരം മർത്യകുലം ജലപ്രളയത്താൽ നശിക്കപ്പെടുകയില്ലെന്ന്. 39 പ്രഭാഷകൻ 44 അധ്യായത്തിലെ 3 ശീർഷകം എന്ത്? ഉത്തരം അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്. 40 അനേക ജനതകളുടെ പൂർവ്വപിതാവ് ആര്? ഉത്തരം അബ്രാഹാം. 41 അബ്രാഹത്തിന് സമനായി ആരുമില്ല. ഏതു കാര്യത്തിൽ? ഉത്തരം മഹത്വത്തിൽ. 42 പ്രഭാഷകൻ 44:19 സമാനമായ പഴയ നിയമ ഗ്രന്ഥഭാഗമേത്? ഉത്തരം ഉൽപ്പത്തി 17 അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 43 അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തത് ആര്? ഉത്തരം പൂർവ്വപിതാവായ അബ്രാഹാം. 44 അബ്രാഹാം ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് എവിടെ? ഉത്തരം സ്വശരീരത്തിൽ. 45 അബ്രാഹാം വിശ്വസ്തത തെളിയിച്ചതായി പറയുന്നതെപ്പോൾ? ഉത്തരം പരീക്ഷിക്കപ്പെട്ടപ്പോൾ. 46 പ്രഭാഷകൻ 44:20 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേതാണ്? ഉത്തരം ഉൽപ്പത്തി 17 അധ്യായം 19 വാക്യം. 47 പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതിനാൽ കർത്താവ് അബ്രാഹത്തോട് ശപഥം ചെയ്തതെന്ത്? ഉത്തരം അവൻ്റെ സന്തതികൾ വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. 48 ഭൂമിയിലെ എന്തുപോലെ വർദ്ധിക്കപ്പെടുമെന്നാണ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം മണൽത്തരി പോലെ. 49 അബ്രാഹത്തിൻ്റെ സന്തതി എങ്ങനെ പെരുകുമെന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. 50 അബ്രാഹത്തിൻ്റെ സന്തതികൾ എവിടെയെല്ലാം അവകാശമാക്കാൻ ഇടവരുത്തുമെന്നാണ് വാഗ്ദാനം ലഭിച്ചത്? ഉത്തരം സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും. 51 പിതാവായ അബ്രാഹത്തിന് ലഭിച്ച അതേ വാഗ്ദാനം നൽകപ്പെട്ടതാർക്ക്? ഉത്തരം ഇസഹാക്കിന്. 52 ആർക്കു വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും കർത്താവ് യാക്കോബിൻ്റെ ശിരസിൽ വെച്ചു? ഉത്തരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള. 53 യാക്കോബിൻ്റെ ശിരസിൽ അവിടുന്ന് വച്ചത് എന്തെല്ലാം? ഉത്തരം അനുഗ്രഹവും ഉടമ്പടിയും. 54 യാക്കോബിനെ അംഗീകരിച്ച് കർത്താവ് നൽകിയത് എന്ത്? ഉത്തരം പൈതൃകാവകാശം. 55 കർത്താവ് ഓഹരി നിശ്ചയിച്ച് ഭാഗിച്ചു കൊടുത്തത് ആർക്ക്? ഉത്തരം 12 ഗോത്രങ്ങൾക്ക്.